എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അധികം ഓയിലൊന്നും ഉപയോഗിക്കാതെ വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാവുന്ന ഈ ഒരു പലഹാരം എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ അളവിലാണ് ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത്. ഈ പൊടി നമുക്കൊന്ന് വറുത്തെടുക്കാനായിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് തീയൊന്ന് മീഡിയത്തിലാക്കി വെച്ചിട്ട് 1-2 മിനിറ്റ് ഈ പൊടിയൊന്ന് വറുത്തെടുക്കാം. പൊടിയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. പൊടി കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിച്ച് നമുക്കൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ 2 മിനിറ്റോളം ഇളക്കി പൊടി നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നിലക്കടലയാണ്. ഞാനിവിടെ 1/4 കപ്പ് അളവിൽ വറുത്ത നിലക്കടലയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചെറിയ തരിയോടെ ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ പലഹാരത്തിന് മധുരത്തിന് ആവശ്യമായ ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് അളവിൽ, അതായത് ഏകദേശം 100 ഗ്രാം അളവിലാണ് ശർക്കര എടുത്തിരിക്കുന്നത്. ഈ ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാനായിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് സ്റ്റവ് ഓൺ ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നമുക്ക് ഈ ശർക്കരയെല്ലാം ഒന്ന് അലിയിച്ചെടുക്കാം. ശർക്കര പാനി ഒറ്റനൂൽ പാകമൊന്നും ആവേണ്ട ആവശ്യമില്ല. ശർക്കരയെല്ലാം നന്നായിട്ടൊന്ന് അലിഞ്ഞു കിട്ടിയാൽ മാത്രം മതി. ഇതിലിപ്പോൾ ശർക്കര നന്നായിട്ടൊന്ന് അലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലൊരുപാട് അഴുക്കും പൊടിയൊക്കെ ഉണ്ടാവും, അതെല്ലാം ഒന്ന് ഒഴിവാക്കി കിട്ടാനായിട്ട് നമുക്കൊന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വീണ്ടും ഈ ഒരു പാത്രം സ്റ്റവിൽ വെച്ച ശേഷം ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ പഴം നമുക്ക് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കാം. തീ ഒന്ന് മീഡിയത്തിലാക്കി വെച്ചിട്ട് പഴത്തിൻ്റെ കളറെല്ലാം മാറി പഴമെല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി കിട്ടും വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. പഴം എടുക്കുമ്പോൾ നന്നായി പഴുത്ത് നല്ല മധുരമുള്ള, എന്നാൽ ഒരുപാട് പഴുത്ത് കറുത്തു പോകാത്ത പഴം കൊണ്ട് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതാകും കൂടുതൽ നല്ലത്. പഴത്തിന് മധുരം കുറവാണെങ്കിൽ അതനുസരിച്ച് ശർക്കര കൂടുതലായി ചേർക്കേണ്ടതായി വന്നേക്കാം. അങ്ങനെ ഏകദേശം ഒരു 4 മിനിറ്റോളം വഴറ്റി പഴമെല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴമെല്ലാം ഇതുപോലെ സൈഡിലേക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ പാത്രത്തിൻ്റെ നടുവിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ ചിരകിയ തേങ്ങയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു മീഡിയം തീയിൽ വെച്ച് 1-2 മിനിറ്റ് ഈ തേങ്ങയൊന്ന് ഡ്രൈ ആയി കിട്ടും വരെ ഇതുപോലെ ഇളക്കി വഴറ്റിയെടുക്കാം. ഏകദേശം 2 മിനിറ്റോളം കൈയെടുക്കാതെ തുടർച്ചയായി ഇളക്കി ഈ തേങ്ങ ഒന്ന് ഡ്രൈ ആയി കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ പഴവും തേങ്ങയും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ പഴവും തേങ്ങയും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും 1-2 മിനിറ്റ് കൂടി ഈ തേങ്ങ ഒന്നുകൂടി ഒന്ന് ഫ്രൈ ആയി കിട്ടും വരെ നമുക്കിത് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. തേങ്ങയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, പച്ചച്ചുവില്ലാത്ത വിധത്തിൽ ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. തേങ്ങ പാകത്തിനൊന്ന് വറുത്തെടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർക്കാം. ശർക്കര പാനി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ശർക്കരയുടെ മധുരം പഴത്തിലേക്കും തേങ്ങയിലേക്കും കൂടി ഒന്ന് പിടിച്ചു കിട്ടാനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയം നല്ലൊരു ഫ്ലേവറിനായിട്ട് ഇതിലേക്ക് 3-4 ഏലക്കായ ഒന്ന് ചതച്ചെടുത്ത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 1-2 മിനിറ്റ് നന്നായി തിളയ്ക്കുന്ന ശർക്കര പാനിയിൽ കിടന്ന് പഴത്തിലേക്കും തേങ്ങയിലേക്കും ശർക്കരയുടെ മധുരമെല്ലാം നന്നായിട്ട് പിടിച്ചതിന് ശേഷം തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ചേർക്കാം. പൊടി ചേർത്തിട്ട് ശർക്കര പാനിയുടെ നനവും മധുരവും എല്ലാം ഗോതമ്പ് പൊടിയുടെ എല്ലായിടത്തും ഒരേപോലെ ആകുന്ന വിധത്തിൽ ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം ശർക്കര പാനിയിലെ വെള്ളമെല്ലാം വറ്റി ഈ മിക്സ് ഒന്ന് ഡ്രൈ ആയി കിട്ടും വരെ നമുക്കിത് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിപ്പോൾ ഗോതമ്പ് പൊടിയുടെ പച്ചച്ചുവ ഒട്ടും തന്നെ ഇല്ലാത്ത വിധത്തിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പാകമായി കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നിലക്കടല ചേർക്കാം. നിലക്കടല ചേർത്തിട്ട് കുറഞ്ഞ തീയിൽ വെച്ച് തന്നെ നമുക്കിത് ഈ ഒരു മിക്സിലേക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നിലക്കടലയുടെ പൊടിയെല്ലാം ഈ ഒരു മിക്സിൻ്റെ എല്ലായിടത്തും ഒരേപോലെ ആകുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം ഇത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൂടി എടുക്കണം. അതിനായിട്ട് ഈ ഒരു മിക്സ് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ ചൂട് കുറഞ്ഞ് കൈ തൊടാവുന്ന ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നും കുറച്ചെടുത്ത് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടി ഇതുപോലെ ചെറിയ ചെറിയ ബോൾസായിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലാണ് ഞാനിതൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സ് എല്ലാം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിത് ഇതുപോലെ കഴിക്കാം. അതല്ല, എണ്ണയിൽ വറുക്കാതെ തന്നെ ഇതിൻ്റെ സ്വാദ് കൂട്ടാനായിട്ട് നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതിനായിട്ട് ഒരു പാൻ സ്റ്റവിൽ വെച്ച ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന ബോൾസ് എല്ലാം
ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തീയൊന്ന് മീഡിയത്തിലാക്കി വെച്ച ശേഷം നമ്മുടെ പലഹാരത്തിൻ്റെ എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ക്രിസ്പിയായി കിട്ടും വരെ നമുക്കിത് ഇതുപോലെ തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് പകരമായിട്ട് ഇതൊന്ന് എണ്ണയിൽ വറുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഗോതമ്പ് പൊടിയും നേന്ത്രപ്പഴമൊക്കെ ചേർത്തിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള നാടൻ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്